ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ട വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഈസി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ 5 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ആവി കയറ്റിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങളെ കയ്യിൽ ഇഡ്ഡലി തട്ടില്ലെങ്കിൽ ചെറിയ ബൗളിൽ ഇതുപോലെ ഒഴിച്ചെടുത്ത് ആവി കയറ്റി വേവിച്ചെടുത്താലും മതി. ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. അപ്പോൾ മുട്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഇതിൽ നിന്ന് എടുക്കാൻ, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. മുട്ട നല്ലോണം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് കട്ടിയുള്ള ഒരു മാവ് പരുവത്തിലാക്കി എടുക്കണം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് വേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മുട്ട നല്ലോണം ചൂടാറി ഇഡ്ഡലി തട്ടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഇതുപോലെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ പകുതിയാക്കി കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ മുട്ടയൊന്ന് മുക്കി കൊടുക്കാം. മാവിൽ മുക്കിയ മുട്ട കോൺഫ്ലേക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലേക്സ് കൈവച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മുട്ട നല്ലോണം കോൺഫ്ലേക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള മുട്ടയും ഇതുപോലെ ചെയ്തെടുക്കാം. മുട്ട മുഴുവനായിട്ടും മാവിൽ മുക്കി കോൺഫ്ലേക്സ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. മുട്ട ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് പുറം ഭാഗം ഒന്ന് മുരിയിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഉൾവശമൊന്നും വേവാനില്ല. പുറം ഭാഗം നല്ലോണം ഒന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി. ഈസി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം മുരിഞ്ഞ് ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുത്തു കൂടി സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.